ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അമ്മിണി കൊഴുക്കട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഞാൻ ഇതുപോലൊരു പാത്രത്തിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ കപ്പിൽ 2 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. ഇതുപോലെ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ സ്പൂണ് ജീരകം ഇതുപോലെ ചതച്ചിട്ട് ചേർക്കണം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചതച്ചെടുത്തിട്ടുണ്ട്, ചെറിയ ജീരകമാണ്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഈ പൊടിക്ക് കണക്കായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളച്ച വെള്ളത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഞാനിവിടെ തിളപ്പിച്ചിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. തണുത്ത വെള്ളത്തിൽ കുഴക്കരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക. ഇതുപോലെ ഇങ്ങനെ കുഴച്ചെടുക്കണം. ഞാൻ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇനി ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കണം. ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എല്ലാം എടുത്തിട്ട് വരാം. ഇതുപോലെ ഞാൻ എല്ലാം ഇങ്ങനെ കുഞ്ഞുണ്ടകളാക്കിയിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ അമ്മിണി കൊഴുക്കട്ടയ്ക്ക് ഉരുട്ടി വെക്കേണ്ടത്. ചെറിയ ഇതുപോലെ കുഞ്ഞുണ്ടകളാക്കിയിട്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം വയ്ക്കുക. എന്നിട്ട് വെള്ളം തിളച്ചാൽ ഇങ്ങനെ ഒരു നമ്മൾ അടയൊക്കെ ചൂടാൻ സ്റ്റീം കയറ്റാൻ പറ്റുന്ന ഇങ്ങനത്തെ ഒരു പാത്രം വയ്ക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ കുഞ്ഞുണ്ടകൾ ഇട്ട് കൊടുക്കുക. എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ അമ്മിണി കൊഴുക്കട്ട റെഡിയായിനോ നമുക്ക് നോക്കാം. തുറന്ന് നോക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ അമ്മിണി കൊഴുക്കട്ട ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതായി ചെയ്യേണ്ടത് ഇതുപോലൊരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിഞ്ഞാൽ ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ചെറിയ സ്പൂണ് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുക. ഉഴുന്നുപരിപ്പ് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഒരു 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ചെറുതായി കട്ട് ചെയ്തിട്ട് ഒരു 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ടൊന്ന് വരവിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയൊരു ബൗള് തേങ്ങയാണ്. ചെറിയൊരു ബൗള് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. തേങ്ങ വല്ലാതെ കരിയൊന്നും വേണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി. തേങ്ങ ചെറുതായി വാടി വരുന്നുണ്ട്. ഇത് ഞാൻ ഒട്ടും സ്പൈസി അല്ലാണ്ടാണ് ചെയ്യുന്നത്. ഈ അമ്മിണി കൊഴുക്കട്ട ഇത് വേറെ രീതിയിലും ചെയ്യും. ഇതിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റി കുറച്ച് സ്പൈസി ആയിട്ട് ഈ അമ്മിണി കൊഴുക്കട്ട ചെയ്യും. അത് ഞാൻ വരും വീഡിയോകളിൽ കാണിക്കാം കേട്ടോ. ഇത് എരിവൊന്നും ഇല്ലാതെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. തേങ്ങ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പാത്രത്തിൽ എടുത്ത് വെച്ചിരിക്കുന്ന
ഈ കൊഴുക്കട്ടകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ തേങ്ങയൊക്കെ ഇതിൻ്റെ മുകളിലൊന്ന് പിടിച്ച് വരണം. ഇതുപോലെ എല്ലാം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ അമ്മിണി കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അമ്മിണി കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ചൂട് കട്ടനൊപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലൊരു ചൂട് കട്ടനൊപ്പം വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. താങ്ക് യു.